എല്ലാവർക്കും റൂട്ട്നെസ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസത്തിൽ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് തങ്കമണിയിൽ നിന്നും ഒരു പ്ലാന്റർ നമ്മളെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് രാജാക്കാടും തോട്ടമുണ്ട്, തങ്കമണിയിലും തോട്ടമുണ്ട്. അപ്പോൾ രണ്ടും ഒരു വിസിറ്റിന് വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം രാജാക്കാട് നോക്കി, അതുപോലെ തന്നെ തങ്കമണിയിൽ നോക്കി. രണ്ട് തോട്ടങ്ങളിലും കൂടുതലായിട്ട് ചൊറിപ്പേനുകൾ കാണുന്നുണ്ടായിരുന്നു. തങ്കമണിയിൽ ബാക്ടീരിയൽ വിൽറ്റും നല്ല രീതിക്ക് തന്നെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത മരുന്നുകളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ചൊറികൾക്ക് കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അത് ചൊറിയനെ ഫോക്കസ് ചെയ്ത് നല്ല മരുന്നുകളൊന്നും അധികം തോട്ടത്തിൽ കൊടുത്തിട്ടില്ല. അപ്പം അവർ കൂടുതലും കടയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ആ റൗണ്ടിൽ ഈ സമയം ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ നല്ലപോലെ തന്നെ മൂവിങ് ആയിട്ടുള്ള നല്ലൊരു കെമിക്കൽ അദ്ദേഹത്തിന് സ്പ്രേ കൊടുത്തു. നല്ലപോലെ തന്നെ സ്പ്രേ ചെയ്തു. ഒരു 8 ദിവസം ആയപ്പോഴത്തേക്ക് അത്രയും നല്ല രീതിക്ക് ചൊറി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരു 8 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ പോയി തങ്കമണ്ണിലെ തോട്ടം ഒന്ന് കണ്ടു. നോക്കിയപ്പോഴത്തേക്ക് ആ ചൊറിപ്പേനുകളൊന്നും അധികം തീർന്നിട്ടില്ല. അതേപോലെ തന്നെ രാജാക്കാട് പോയി നോക്കിയപ്പോഴത്തേക്ക് നല്ലപോലെ തന്നെ നമുക്ക് ചൊറി കൺട്രോൾഡായി. പക്ഷെ തങ്കമണിയിലെ തോട്ടത്തിൽ മാത്രം ആ ചൊറിപ്പേനും ഒരു കൺട്രോൾ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായതെന്ന് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പഠിച്ചു. തോട്ടം മുഴുവനൊന്ന് കണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പോസിബിലിറ്റീസ് എന്നൊക്കെ പഠിച്ചിട്ട് നമ്മൾ അടുത്തൊരു മരുന്നിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇത്രയും അത്യാവശ്യം നല്ലപോലെ തന്നെ തോട്ടങ്ങളിൽ ചൊറികളുടെ ബ്രേക്കൗട്ട്, ത്രിപ്സിൻ്റെ ബ്രേക്കൗട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കിതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. ഞാനിപ്പോഴും പറയാറുള്ളതാണ്, മരുന്നുകളൊക്കെ കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിനൊരു പ്രോപ്പറായിട്ട് മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കാണ് അത് വിജയകരമാകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ല എന്തൊക്കെയാണ് കാരണങ്ങളെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചൊറിപ്പേനുകളുടെ അല്ലെങ്കിൽ ത്രിപ്സിൻ്റെ വളർച്ചയിൽ ഏറ്റവും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ചൂടെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ ചൂട് കൂടിയ ഒരവസ്ഥയാണുള്ളത്. മണ്ണിൽ നല്ലപോലെ ഈർപ്പം വലിഞ്ഞ് നല്ലപോലെ തന്നെ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ത്രിപ്സിൻ്റെ മുട്ടകളൊക്കെ വേഗം തന്നെ വിരിയുകയും അതിൻ്റെ ഒരു തലമുറ തീരാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചൊറിപ്പേനുകളുടെ പോപ്പുലേഷൻ നമ്മുടെ തോട്ടങ്ങളിൽ അധികമായിട്ട് കാണപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഈ ത്രിപ്സിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് വെയിലെന്ന് പറയുന്നത്. ചില തോട്ടങ്ങളിലൊക്കെ ഡിസംബർ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ലപോലെ തന്നെ ഷെയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് വെട്ടി നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തോട്ടങ്ങളിൽ ഡയറക്റ്റായിട്ട് വെയിലടിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകളിലൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഈ ചൊറിപ്പേനുകളുടെ ആധിക്യം കാണപ്പെടുന്നുണ്ട്. ഈ ത്രിപ്സ് എന്ന് പറയുന്നത് റാസ്പിംഗ് ആൻഡ് സക്കിംഗ് പെസ്റ്റുകൾ എന്ന് പറയുന്ന കീടങ്ങളിൽപ്പെട്ട ഒരു കീടമാണ്. അപ്പോൾ നമ്മുടെ ഈ ത്രിപ്സ് ചെയ്യുന്നത് നമ്മുടെ ചെടികളിലെ കോശങ്ങളിലുള്ള നീര് ഊറ്റി കുടിക്കുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം, പുതിയ ശരങ്ങളൊക്കെ നല്ലപോലെ തന്നെ അടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ ഈ മേഖലകളിലൊക്കെ ഉള്ളത്. എല്ലാ തോട്ടങ്ങളിൽ നിന്നും തന്നെ നല്ലപോലെ തന്നെ ശരങ്ങൾ അടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ശരത്തിലുള്ള അമിനോ ആസിഡാണ് നമ്മുടെ ഈ ത്രിപ്സിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മിക്കവാറും തോട്ടങ്ങളിൽ നൈട്രജൻ കുറച്ച് അധികമായിട്ട് സ്പ്രേ ചെയ്യുന്നൊരു സാഹചര്യം, അതുപോലെ തന്നെ മരുന്നുകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം പൂ പിടിക്കുകയാണെന്നുള്ള രീതിയിൽ നമ്മൾ അമിനോ ആസിഡ്സൊക്കെ സ്പ്രേ കൊടുക്കുന്ന കുറേ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ നമ്മൾ നൈട്രജനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളിലുള്ള അമിനോ കണ്ടൻറ്റ് കൂടുകയും അതുവഴി നമ്മുടെ ത്രിപ്സിന് നല്ല രീതിക്ക് തന്നെ അതിന് വേണ്ട ഭക്ഷണം ലഭിക്കുകയും അതുവഴി പോപ്പുലേഷൻ കൂടുകയും ചെയ്യും. മാത്രമല്ല, അധികമായിട്ട് നൈട്രജനും അമിനോ ആസിഡ്സൊക്കെ ചെടികളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളുടെ ടിഷ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ആ കോശഭിത്തികളുടെയൊക്കെ ഒരു നല്ലപോലെ തന്നെ സ്മൂത്തായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ത്രിപ്സിനൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു അവസരം ലഭിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ തങ്കമണിയിലെ തോട്ടത്തിൽ അത് ഒരു ടീമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അവർ സ്പ്രേയിങ്ങിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു 7 to 8 മണ്ടയുള്ള ഫോളിയാർ കൂട്ടുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിലും കൂടുതൽ നൈട്രജനും അമിനോ ആസിഡ്സൊക്കെ ഉള്ള അധികം ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സായിരുന്നു കൂടുതലും പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ടും നമുക്ക് ആ ചൊറിപ്പേനുകളുടെ പോപ്പുലേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെടികളിൽ അധികമായിട്ട് കൂടിയിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തോട്ടങ്ങളിൽ ചൂട് കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികൾക്ക് ഒരു സമ്മർദ്ദം അനുഭവപ്പെടും. ആദ്യം അതിൻ്റെ വേരിന് ഒരു സമ്മർദ്ദം അനുഭവപ്പെടും. മണ്ണിലെ വെള്ളം കുറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വേരുകൾക്ക് ഒരു തളർച്ച അനുഭവപ്പെടും. അതുവഴി ചെടികൾക്ക് വേണ്ട പോഷകങ്ങൾ ലഭിക്കാത്ത അവസ്ഥയിലേക്ക് വരികയും നമ്മുടെ ചെടികളുടെ പ്രതിരോധശേഷി താനേ കുറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചൊറിപ്പേനുകൾക്ക് നല്ലപോലെ തന്നെ നമ്മുടെ ചെടികളെ അറ്റാക്ക് ചെയ്യാനും അതിൻ്റെ പോപ്പുലേഷൻ വളരെ അധികമായിട്ട് വർദ്ധിക്കുവാനുള്ളൊരു സാഹചര്യം ഒത്തുകിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ
ഈ ചൊറിപ്പേനുകളുടെ അല്ലെങ്കിൽ ത്രിപ്സിൻ്റെയൊക്കെ വളർച്ചയിൽ സ്വാധീനിക്കുന്ന നമ്മുടെ കർഷകരൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ തോട്ടത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. കുറേ തോട്ടങ്ങളിലൊക്കെ ചെടി അകലങ്ങൾ വളരെ കുറവുള്ള തോട്ടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ തോട്ടത്തിൽ ഓൾറെഡി നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ചൂട് കൂടിയൊരു കാലാവസ്ഥയാണ്. അപ്പോൾ തോട്ടത്തിനകത്ത് ഇങ്ങനെ ചെടികൾ തിങ്ങി നിൽക്കുമ്പോഴത്തേക്ക് വായു സഞ്ചാരം വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പം തോട്ടത്തിനകത്തുള്ള ടെമ്പറേച്ചർ വളരെയധികം കൂടുകയും അതുവഴി നമ്മുടെ ഈ ത്രിപ്സിന് പറ്റിയൊരു ക്ലൈമറ്റ് ഒത്തു കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല കുറേ തോട്ടങ്ങളിൽ ക്ലീനായിട്ട് കവാത്ത് എടുക്കാത്ത തോട്ടമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനകത്തും വായു സഞ്ചാരം കുറയുകയും നമ്മുടെ ഈ കവാത്തിനകത്ത് നമ്മുടെ ഈ ചൊറിപ്പേനുകൾ നല്ലപോലെ തന്നെ മുട്ടയിട്ട് വിരിയുകയും ചെയ്യും. മാത്രമല്ല പഴയ ശരങ്ങൾ 1-2 കായൊക്കെ പ്രതീക്ഷിച്ച് കുറേ തോട്ടങ്ങളിൽ പഴയ മൂത്ത് പോയ ശരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിന്ന് കഴിഞ്ഞാലും ആ ശരങ്ങളിൽ നമ്മുടെ ചൊറിപ്പേനുകൾ നല്ലപോലെ മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. അതിലേറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ലപോലെ തന്നെ നന കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വേരുകളൊക്കെ അധികം സമ്മർദ്ദത്തിലാവാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് നന കൊടുത്തതിന് ശേഷം നമ്മൾ മരുന്നുകളിലേക്ക് മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യമാണ് ഡയറക്റ്റായിട്ട് വെയിലടിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഷീറ്റ് നെറ്റൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് മണ്ണിലൊക്കെ നല്ലൊരു പൊതയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തൊരു കാര്യമാണ് തോട്ടത്തിൽ കവാത്ത് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്നടിച്ചാൽ പോലും കവാത്തിനകത്തേക്ക് കയറി ചെന്ന് ആ ചൊറിപ്പേനുകളെ കൊല്ലാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി ക്ലീനായിട്ട് തന്നെ കവാത്ത് എടുത്ത് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഴയ ശരങ്ങൾ അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ തോട്ടങ്ങളിൽ നിന്നും വെട്ടി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മരുന്നടിക്കുമ്പോഴത്തേക്ക് നമ്മൾ പെനിട്രൻറ്റും കൂടെ കൂട്ടിയിട്ട് മരുന്ന് സ്പ്രേ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ചൂട് കൂടിയത് കൊണ്ട് നമ്മളിനി അധികം മൂലകങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫോളിയാറിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, കൊടുക്കണമെന്നുണ്ടെങ്കിൽ തോട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസീസ്, ഏതെങ്കിലുമൊക്കെ ന്യൂട്രിയൻസിൻ്റെ കുറവുകൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ കൊടുക്കാം. പക്ഷെ തീർച്ചയായിട്ടും അധികം നൈട്രജൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മരുന്നുകൾ സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ പരമാവധി നൈട്രജൻ വളങ്ങൾ, അതേപോലെ തന്നെ അമിനോ ആസിഡ് അടങ്ങിയ വളങ്ങൾ അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റിമുലൻസ് അങ്ങനെയുള്ളത് നമ്മൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ചൊറിയുടെ കൂടെ തന്നെ ബോണസ് പോയിൻ്റ് എന്നുള്ള രീതിയിൽ തോട്ടങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് നമ്മുടെ ബാക്ടീരിയൽ വിൽറ്റ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ബാക്ടീരിയൽ ചൊറി കൂടുതലായിട്ട് തന്നെ തോട്ടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ശരത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കറക്റ്റ് കാണാൻ സാധിക്കും. നല്ലപോലൊരു കറവലൊക്കെ പോലെ വന്ന് പിന്നീട് വരുന്ന കായിലേക്ക് വരട്ടുചൊറി മാതിരി വരുന്ന രീതിയിൽ തോട്ടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചൊറിപ്പേൻ്റെ പുറകെ തന്നെയാണ് നമ്മുടെ ബാക്ടീരിയൽ ചൊറിയും അധികമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേരുകളെ അധികം സമ്മർദ്ദത്തിലാക്കാതെ അത്യാവശ്യം നനയൊക്കെ കൊടുത്തുകൊണ്ട് മരുന്നുകൾ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്ടീരിയ മൈസിനും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നമ്മുടെ തങ്കമണിയിലെ തോട്ടത്തിൽ 8 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചൊറിപ്പേൻ കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ സ്വീകരിച്ച ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് നമ്മൾ ആ 8 ദിവസത്തിന് ശേഷം 10-ാം ദിവസം ഒരു തവണയും കൂടെ നമ്മൾ ശരത്തിന് മാത്രം ഒരു സ്പ്രേ കൊടുത്തു. നല്ലൊരു മരുന്ന് നമ്മൾ ശരത്തിന് മാത്രം നമ്മൾ സ്പ്രേ കൊടുത്തു. അതിനുശേഷം ആ തൊട്ട് മുന്നത്തെ മരുന്നടിക്ക് ശേഷമുള്ള 22-ാം ദിവസം അതിൻ്റെ ഇടയ്ക്കുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കൂട്ടാതെ കറക്റ്റ് അടുത്ത 22-ാം ദിവസം അടുത്ത മരുന്ന് കൊടുക്കുകയും ചെയ്തു. അപ്പം 2 മരുന്നടിയുടെ നടുവിൽ നമ്മളൊരു ആപ്ലിക്കേഷനും കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ആ ചൊറികൾക്ക് കൺട്രോൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അപ്പം അങ്ങനെ ഔട്ട് ബ്രേക്ക് ഉള്ള തോട്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ത്രിപ്സിൻ്റെ ഔട്ട് ബ്രേക്ക് അല്ലെങ്കിൽ സാന്നിധ്യം വളരെ കൂടുതലായിട്ട് കാണുന്ന തോട്ടത്തിൽ നമ്മൾ ശരത്തിന് മാത്രം നല്ലൊരു ചൊറിക്കുള്ള മരുന്നും കൂടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ കൂടുതലായിട്ട് സ്വാധീനമുള്ള ചൊറികളുടെ സ്വാധീനം കൂടുതലായിട്ടുള്ള തോട്ടത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് നല്ല മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിലേറ്റവും ആദ്യമായിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം കോസ്റ്റ് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ്, നമ്മൾ നേരത്തെയും പറയാറുള്ളൊരു മരുന്നാണ് നമ്മുടെ പെഗാസസ് അല്ലെങ്കിൽ ഡൈഫെൻഡ്യൂറോൺ എന്ന് പറയുന്ന കെമിക്കൽ. അപ്പോൾ അതിൻ്റെ ഡോസേജ് വരുന്നത് 150 ഗ്രാമാണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു നല്ലൊരു മരുന്നാണ് നമ്മുടെ കാർട്ടാപ്പ് ഹൈഡ്രോക്ലോറൈഡ്. അപ്പോൾ കാർട്ടാപ്പിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 300 ഗ്രാമാണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്. അപ്പം അത് നല്ലപോലെ ഒന്ന് നമ്മുടെ ശരത്തിൽ പിടിച്ച് കുളിപ്പിച്ചൊന്ന് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ചൊറിപ്പേനുകൾക്കൊക്കെ നല്ല രീതിക്ക് തന്നെ കൺട്രോൾ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റു നല്ലൊരു കെമിക്കലാണ് ബ്രഫലനൈഡ് എന്ന് പറയുന്ന കെമിക്കൽ. അലക്റ്റോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡോസേജ് വരുന്നത് 17 മില്ലിയാണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്.
അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റു നല്ലൊരു കെമിക്കലാണ് സ്പൈനറ്റോറം എന്ന് പറയുന്ന കെമിക്കൽ. ടാറ്റ സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ഡോസേജ് വരുന്നത് 60 മില്ലിയാണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്. പരമാവധി ടാറ്റ സമ്മിറ്റ് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്പൈനറ്റോറം ലെവലിൽ വരുന്ന പല കെമിക്കലും നമ്മൾ ഫീൽഡിൽ യൂസ് ചെയ്തിട്ട് അധികം റിസൾട്ട് കിട്ടാത്ത പോലെ കാണുന്നുണ്ട്. അപ്പോൾ അനുഭവമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ തോട്ടങ്ങളിൽ നമ്മുടെ ബാക്ടീരിയൽ വിൽറ്റ് കുറച്ചധികമായിട്ട് കാണപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്ടീരിയ മൈസിൻ നമ്മൾ മരുന്നുകളുടെ കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടാക്മേസിൻ ഒരു 3 പാക്കറ്റ് അഥവാ വാലിഡാമൈസിൻ ഒരു 200 മില്ലി നമ്മൾ നേരത്തെ പറഞ്ഞ മരുന്നുകളുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാക്ടീരിയൽ വിൽറ്റിനും വളരെയധികം കൺട്രോൾ തരുന്ന 1-2 കോമ്പിനേഷൻസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മരുന്നുകൾ കൊടുക്കുന്നതിൻ്റെ കൂടെ നോബൈറ്റെക്സ് ഒരു 100 മില്ലിയും കൂടെ അഡീഷണലി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മരുന്നുകളുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി വളരെയധികം സഹായകമായിരിക്കും. അധികം ഡോസ് കൂടി പോകാതെ നമുക്ക് ആ മിനിമൽ ഡോസ് തന്നെ അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് ചൊറിപ്പേനുകൾക്ക് നല്ല കൺട്രോൾ കിട്ടും. ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊരു റിപ്പലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് നമ്മുടെ ചൊറിപ്പേനുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റുകളുടെ എക്സ്ട്രാക്റ്റുകളിൽ നിന്നൊക്കെ എടുത്ത നല്ലൊരു പ്രൊഡക്റ്റാണത്. അപ്പോൾ അതൊരു 100 മില്ലിയും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ തോട്ടത്തിലുള്ള ത്രിപ്സിൻ്റെ പോപ്പുലേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തോട്ടങ്ങളിൽ ചൊറിപ്പേനുകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മരുന്നുകളുടെ ഡോസ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ തോട്ടങ്ങളിലുള്ള ചൊറികളുടെ ഇൻഫെസ്റ്റേഷൻ്റെ ഒരു ആധിക്യം അനുസരിച്ച് വേണം നമ്മൾ മരുന്നുകളുടെ ഡോസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം തീർച്ചയായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഫീൽഡ് വിസിറ്റ് വേണ്ടവരൊക്കെ കൺസൾട്ടേഷനൊക്കെ വേണ്ടവർ നമ്മളെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസ് അത്യാവശ്യം കർഷകർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള കർഷകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നന്ദി.